കേരളത്തിലെ ഒരു അതീവ സുരക്ഷാ മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. പക്ഷേ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി പല സുരക്ഷാ വീഴ്ചകളും സംഭവിക്കുകയാണ്. ഏറ്റവും അവസാനം ഒരു ദക്ഷിണ കൊറിയൻ യുവതി അവിടെ എത്തി പല നിർണായക സ്ഥലങ്ങളുടെയും ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം പകർത്തിയിരിക്കുകയാണ്. അതെ, ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഒരു വ്ളോഗർ കൂടിയായ കെല്ലി എന്ന യുവതിയെയാണ് പോലീസ് പിന്തുടർന്ന് വാരണാസിയിലെത്തി അവിടെ വെച്ച് അവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും അവരുടെ കൈവശമുള്ള ദൃശ്യങ്ങൾ, മൊബൈലിലെ മറ്റ് ദൃശ്യങ്ങൾ, അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന മറ്റ് ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയും ചെയ്തത്. ഇവർ ഒരു യൂട്യൂബറാണ്. അവർ ഇത്തരം ദൃശ്യങ്ങളൊക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരാളാണ് എന്ന് പറയപ്പെടുന്നു. എന്തായാലും അതാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചത്. അവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരന്തര സുരക്ഷാ വീഴ്ച സംഭവിക്കുകയാണ്. അതെ, പക്ഷെ ഈ ദൃശ്യം പകർത്തുന്ന സമയത്ത് സുരക്ഷാ വിഭാഗം എവിടെയായിരുന്നു? ആ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ പറത്താൻ പാടില്ല എന്നാണ് നിയമം. ഡ്രോൺ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുപാട് ഒരു സ്ഥലത്തും ആരും ഡ്രോൺ പറത്താറില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന ഈ കെല്ലി എന്ന യുവതി ഡ്രോൺ പറത്തിയോ എന്ന് പോലീസ് സംശയിക്കുന്നു. കാരണം നമുക്കറിയാമല്ലോ, അതിൻ്റെ മതിൽക്കെട്ടുകളെന്ന് പറഞ്ഞാൽ വളരെ ഉയരമുള്ള മതിൽക്കെട്ടുകളാണ്. ആ മതിൽക്കെട്ടുകൾക്കകത്തേക്ക് ഒരു മനുഷ്യന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ പോലും കൃത്യമായിട്ട് അതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു നിർമ്മാണ ഘടന. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ഉയരത്തിൽ ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തതായിട്ട് പോലീസിന് ഒരു സംശയമുണ്ടായി. അങ്ങനെയാണ് അവരെ ചോദ്യം ചെയ്യാൻ പിന്തുടർന്ന് വാരണാസിയിലെത്തിയത് പോലീസ്. എന്തായാലും ഈ പൈങ്കുനി ഉത്സവകാലത്താണ് ഇവരിവിടെ വന്നത്. ഇവർ വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ പ്രധാന ഗോപുരവാതിലിന് മുമ്പിൽ നിന്ന് തന്നെ ഇവർ ചില ദൃശ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അവരുൾപ്പെടെ അവർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടും അത് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഗുരുതരമായ വീഴ്ച. അപ്പോൾ ഇവർ ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റും നടന്ന് ഇത് ഷൂട്ട് ചെയ്യുകയും ഇതിൻ്റെ പ്രധാന 4 കവാടങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ഇത് യൂട്യൂബിലും നമുക്ക് ഒരു 6-7 മാസത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. അവിടെ ഒരു ഉരുളി കാണാതാകുന്നു, സ്വർണ്ണം കാണാതാകുന്നു, അങ്ങനെ നിരന്തര സംഭവങ്ങളാണ്. അതിലേക്ക് വരുന്നു. അങ്ങനെ ഇവർ ഇതിൻ്റെ 4 പ്രവേശന കവാടങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത് വളരെ കൃത്യമായിട്ട് പോയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് പോലീസ് അറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ ദൃശ്യങ്ങൾ വൈറലായി കഴിഞ്ഞപ്പോഴാണ് പോലീസ് ഇത് അറിയുന്നതും അവരെ ചോദ്യം ചെയ്യാൻ പോയത്. അപ്പോൾ ഈ സ്ത്രീ ഒരു 14 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബിൻ്റെ ഉടമയാണ്. അവരുടെ യൂട്യൂബിന് ഇതിന് 14 ലക്ഷത്തോളം ആൾക്കാർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടത്. കാരണം ഈ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം അതീവ സുരക്ഷാ മേഖലയാണ്. അതിനകത്തും പുറത്തും പഴുതടച്ച സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇങ്ങനൊരു വെല്ലുവിളി ഇവിടെ ഉണ്ടായി. ഇതിൻ്റെ പുറകെ പോലീസ് അന്വേഷിച്ച് പോയെങ്കിലും ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെ ഈ പൂ വെക്കുന്ന തട്ടം, സ്വർണം കൊണ്ടുള്ളൊരു തട്ടം കാണാതായത്. അതുപോലെ മറ്റു പല ആഭരണങ്ങളടക്കം, ചെറിയ ആഭരണങ്ങളടക്കം അവിടെ കാണാതാകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തിരിച്ചു കിട്ടുന്നു. ഈ പൂ വെക്കുന്ന സ്വർണ്ണ ഉരുളി അത് ഒരു ഭക്തൻ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അവിടെ ഇത് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് കാഴ്ചദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് ഈ ഉരുളി അയാളങ്ങ് കൊണ്ടുപോവുകയാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അകത്തേക്ക് പോകുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും കർശനമായ പരിശോധനകളുള്ളതാണ്. ഈ പരിശോധനകളുള്ള സ്ഥലത്ത് ഇയാൾക്ക് എങ്ങനെ ഈ ഉരുളി പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു? അയാൾ ഇവിടുത്തുകാരനല്ല, ഒരു ഉത്തരേന്ത്യക്കാരനാണ്. അവസാനം പോലീസ് അത് അറിഞ്ഞിട്ട് പുറകെ പോയി അയാളത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തോടുകൂടി കേസിൽ അറിയാതെ എടുത്തുകൊണ്ട് പോയതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊന്നും അത്ര സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ദഹിക്കുന്ന കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കുറച്ച് ദിവസം മുൻപ് മറ്റൊരു വാർത്ത വന്നിരുന്നു. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയ്ക്ക് ചുറ്റും നമുക്കറിയാമല്ലോ വലിയ രീതിയിൽ വനമുണ്ട്. ആ പ്രദേശങ്ങളിൽ അജ്ഞാത സംഘങ്ങളെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ
ഒരു ആഭ്യന്തര വകുപ്പിന് വീഴ്ച സംഭവിക്കുന്നുണ്ടോ കൃത്യമായ? അങ്ങനെയാണ് സംശയിക്കേണ്ടത്. കാരണം ഈ വനത്തിനുള്ളിൽ കാണപ്പെടുന്നത് കൂടുതലും മാവോയിസ്റ്റുകളാണ്. നമുക്കറിയാം, ഇപ്പോൾ ഛത്തീസ്ഗഡ്, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കർശനമായ നിരീക്ഷണങ്ങളും സുരക്ഷയുമുണ്ട്. വലിയ തോതിൽ മാവോ വേട്ട നടക്കുന്നുണ്ട്. അർദ്ധസൈനികർ രംഗത്തുണ്ട്. കാടുകൾ മുഴുവനും അരിച്ചു പെറുക്കുകയാണ്. ഒരാളെയും വിടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്സൽ ഭീകര നേതാവ് ബസവരാജു ഒരാഴ്ച മുമ്പാണ് അർദ്ധസൈനികരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്നൊക്കെ പലരും ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി കേരളത്തിൻ്റെ കാടുകൾ വലിയ പരിശോധനയൊന്നുമില്ല, നമുക്ക് സുരക്ഷിതമായിട്ട് കഴിയാം എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള സ്ഥലത്ത് വരിക. രണ്ട്, ഈ ശബരിമലയിൽ കേരളത്തിൽ ആരെങ്കിലും പിടിക്കണമെങ്കിൽ വേറെ സംസ്ഥാനത്തിൽ നിന്ന് ആള് വരണം, അല്ലെങ്കിൽ NIA വരണം. അത് NIA വരണം. മാത്രമല്ല, ശബരിമലയിൽ നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്താൻ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പെട്ടെന്നാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുന്നതുമൊക്കെ. അങ്ങനെ രാഷ്ട്രപതിയുടെ ഈ യാത്ര റദ്ദാക്കുകയായിരുന്നു. അവർ അത് ഒഴിവാക്കി. ഇപ്പോൾ ശബരിമല പോലൊരു സ്ഥലത്ത് ഈ രാഷ്ട്രപതി വരാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ അജ്ഞാത സംഘങ്ങൾ വന്ന് തമ്പടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സുരക്ഷാ പ്രശ്നം തന്നെയാണ്. അത് വേണ്ട ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഒട്ടും തന്നെ അതിനെ കുറച്ച് കാണാൻ പാടില്ല. ഇപ്പോൾ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെയാണ്. വലിയ സുരക്ഷാ വീഴ്ചകൾ അവിടെ ഉണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ ക്ഷേത്ര ജീവനക്കാരുടെ ഒരു സുരക്ഷാ സംഘമുണ്ട്. അത് പോയിട്ടാണ് അവിടെ പോലീസിൻ്റെ സുരക്ഷ, അതും വനിതാ പോലീസുകാരുൾപ്പെടെയുള്ളവർ സുരക്ഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക്സ് ഐറ്റവും അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പൂജാ സാധനങ്ങളല്ലാതെ മറ്റ് യാതൊന്നും, കാഴ്ചദ്രവ്യങ്ങളല്ലാതെ മറ്റൊന്നും അകത്തേക്ക് കൊണ്ടുപോകരുത്. അതുപോലെ അകത്തുനിന്ന് പ്രസാദമല്ലാതെ മറ്റൊന്നും പുറത്തേക്ക് കൊണ്ടുവരരുത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അതിന് നിയന്ത്രണങ്ങളും കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ വളരെ വ്യവസ്ഥാപിതമായി ഈ പറയുന്നത് പോലെ അവിടുത്തെ ഈ അമൂല്യമായ വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തിയ ആ കോടതിയുടെ നടപടികളുടെ ഭാഗമായിട്ട് അത് കണ്ടെത്തി അതിൻ്റെ കണക്കെല്ലാം എടുത്ത ആ സമയത്ത് തന്നെ, നിലവറകളൊക്കെ തുറന്ന് അതൊക്കെ കണ്ടെത്തിയ സമയത്ത് തന്നെ അവിടെ പഴുതടച്ച സുരക്ഷ സർക്കാർ ഏർപ്പെടുത്തിയതാണ്. പോലീസ് കൃത്യമായിട്ട് അതിനൊരു കമാൻഡൻറ്റ്, ഒരു SP ലെവലിലുള്ള ഒരാളിൻ്റെ നേതൃത്വത്തിൽ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ആ സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. അതും ഒരു വിദേശ വനിത ഇവിടെ വരികയും 14 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബിൻ്റെ ഉടമ. ഒന്നാമത് തന്നെ മറ്റൊരു യൂട്യൂബർ ആയിരുന്നല്ലോ, ജ്യോതി മൽഹോത്ര. അതെ, അവരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതായിരുന്നു. അതെ, തീർച്ചയായും. അവർ കേരളത്തിലും വന്നിരുന്നു, അവർ തിരുവനന്തപുരത്ത് വന്നിരുന്നു, അവരതുപോലെ കണ്ണൂർ ചെന്നിരുന്നു. പല സ്ഥലത്തും അവർ പല കാലങ്ങളിൽ പോയിട്ടുണ്ട്. അവർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവിടുന്ന് പുറത്താക്കിയ ഡാനിഷ് എന്ന ഉദ്യോഗസ്ഥനുമായിട്ട് വഴിവിട്ട ബന്ധം അവർക്കുണ്ടായിരുന്നു. ISI ഉദ്യോഗസ്ഥരുമായിട്ട് അവർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയ തോതിൽ അവർ ISIക്ക് വിവരങ്ങൾ കൈമാറി എന്നൊക്കെയാണ്, ചിത്രങ്ങളടക്കം കൈമാറി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതും അതുപോലെ വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ജാഗ്രതയോടെ നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ വ്ളോഗർ ഇവിടെ വന്നത് എന്തിനാണ്? ഈ കെല്ലി എന്ന യുവതിക്ക്, പ്രത്യേകിച്ചും ദക്ഷിണ കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുമ്പ് തന്നെ പല എന്താ പറയുക, ഇതുപോലെ നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ രഹസ്യമായിട്ട് വെക്കേണ്ടതാണ്. നമ്മുടെ ചില രഹസ്യങ്ങൾ ചോർത്താൻ ദക്ഷിണ കൊറിയ ശ്രമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് മുമ്പും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് വലിയ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ഈ ഉത്സവകാലത്ത് ലോകത്തുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളായിട്ടും ഭക്തരായിട്ടും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും കൃത്യമായ ഒരു ജാഗ്രതയോടെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മമായിട്ട് അവരെ പഠിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും അവിടുത്തെ സുരക്ഷയ്ക്ക് ഒരു വീഴ്ചയും ഉണ്ടാകാൻ സമ്മതിക്കരുത്. അത് വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് കൊണ്ട് എത്തിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അമൂല്യമായ വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാന സ്തംഭം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ പോലീസും അധികാരികളും വേണ്ട ശ്രദ്ധ ഇക്കാര്യത്തിൽ നൽകേണ്ടതാണ്. അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.